ആകാശവാണി കോഴിക്കോട്. യുവവാണി. യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫെബ്രുവരി 7 റിലീസായ നാരായണീന്റെ 3 ആൺമക്കൾ എന്ന സിനിമയുടെയും 67ാമത് ദേശീയ അവാർഡ്സിൽ മികച്ച കുടുംബമൂല്യമുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാതിരാ സ്വപ്നം പോലെയുടെയും സംവിധായകനായ ശരൺ വേണുഗോപാലാണ്. വെൽക്കം. താങ്ക് യു സോ മച്ച്. ആദ്യമായി സംവിധാനം ചെയ്ത നാരായണീന്റെ 3 ആൺമക്കൾ ഫെബ്രുവരി 7 ആയിരുന്നു റിലീസായത്. ആദ്യമായി ചെയ്യുന്ന ഫീച്ചർ ഫിലിമാണ്. എന്ത് തോന്നി റിലീസിനൊക്കെ ശേഷം? തിയേറ്ററിൽ ഇരുന്ന് ആളുകളോടൊപ്പം പടം കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതായത് ആദ്യത്തെ സിനിമ ഇറങ്ങാന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അത് ഇറങ്ങി നല്ല അഭിപ്രായങ്ങളായിരുന്നു കിട്ടിയതെല്ലാം തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും എല്ലാം ഉണ്ട്. നാഷണൽ അവാർഡ് കിട്ടിയ ഒരു പാതിരാ സ്വപ്നം പോലെയും ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമയായിരുന്നു. അങ്ങനെ തന്നെയാണല്ലോ അവാർഡ്, കുടുംബ മൂല്യമുള്ള ചിത്രം എന്നുള്ള രീതിയിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നാരായണീന്റെ 3 ആൺമക്കൾ തന്നെയായിരുന്നു ആദ്യമായി സംവിധാനം ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന സിനിമ. നാരായണി അതെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സമയത്തായിരുന്നു ഇതിൻ്റെ ഒരു 1 ലൈനറൊക്കെ എഴുതുന്നത്. അതിൻ്റെ ഇടയിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പാതിരാ സ്വപ്നമൊക്കെ എഴുതേണ്ടി വന്നത്. കാരണം അതെൻ്റെ അക്കാഡമിക് പ്രോജക്റ്റ് ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 2018 ആദ്യമായിട്ട് എഴുതി തുടങ്ങിയത് നാരായണി. പിന്നെ ഒരുപാട് ബ്രേക്ക് വന്നു. ഇപ്പം ഒരു പാതിരാ സ്വപ്നം പോലെ ചെയ്തു, അതിനുശേഷം വീണ്ടും എഴുതി തുടങ്ങി, പിന്നെ കോവിഡ് വന്നു, വീണ്ടും ഒരു ചെറിയൊരു ബ്രേക്ക് വന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു 21 തുടക്കത്തിലാണ് ഇത് സ്ക്രിപ്റ്റ് എഴുതി തീർക്കുന്നത്. ഈ കാസ്റ്റിലേക്ക് ജോജു ജോർജ്, സുരാജ് അലൻസിയർ, ആ ഒരു കാസ്റ്റ് ആലോചിക്കുന്നത് എപ്പോഴാണ്? കാസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ നമുക്കിങ്ങനെ തോന്നുമല്ലോ, ഓക്കെ ഇന്ന ആൾക്കാരായിട്ട് അസോസിയേറ്റ് ഒക്കെ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയതാണ്. അപ്പം അങ്ങനെ ആ സമയത്ത് സീരിയസ് ആയിട്ട് ഓക്കെ ഇവരെന്നെ വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ഒന്നും അല്ല എഴുതിയത്. പക്ഷേ ഇപ്പം ഞാൻ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുമ്പോൾ പോലും ആ പിച്ച് ഡെക്കിൽ ഇവരുടെയൊക്കെ ഫേസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരും ഭയങ്കര എന്താ പറയുക എൻകറേജ് ചെയ്തു, നമുക്ക് അപ്രോച്ച് ചെയ്യാം, നമുക്ക് കഥ പറഞ്ഞു നോക്കാം. അങ്ങനെയായിരുന്നു അവരിലേക്കൊക്കെ എത്തുന്നത്. SRFT ഇറങ്ങി ശേഷം ഉള്ളൊരു മലയാള സിനിമയിലേക്ക് നമ്മൾ നടക്കാന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എളുപ്പം തന്നെയായിരുന്നു, പ്രത്യേകിച്ച് ഈ ഒരു അവാർഡിൻ്റെ ഒക്കെ ശേഷം? ഒട്ടും എളുപ്പമല്ലേ? അല്ല, ഇപ്പം സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊരു ഒട്ടും എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. അതിന് എന്താ പറയുക ഒരുപാട് പെർസിവിയറൻസും ഹാർഡ് വർക്കും ഒക്കെ തന്നെ വേണം. അതിനൊരു ഈസി വേ ഒന്നും ഇല്ല. ഇപ്പം അവാർഡ് കിട്ടിയതുകൊണ്ട് പ്രോബ്ലി ഇപ്പം നമ്മളൊരു ആക്ടറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാവും. ഇപ്പം ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു സിനിമ ചെയ്തപ്പോൾ അതിനൊരു അവാർഡ് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഒരു അഡ്രസ്സ് ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ എന്ത് ബാക്കപ്പ് ഉണ്ടായാലും ആ നമ്മൾ ചെല്ലുന്ന കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടണമല്ലോ, ആ ഒരു ഫാക്ടറുണ്ട്. അപ്പം എളുപ്പമൊന്നും ആയിരുന്നില്ല. ഈ ഒരു സിനിമ സംഭവിക്കാനുള്ള ഒരു സമയമുണ്ടല്ലോ, നമുക്ക് ആദ്യ സിനിമ സംഭവിക്കാന്നുള്ള ഒരു കാത്തിരിപ്പ്, ആ ഒരു സമയം അത് ഒരു നോർമൽ പ്രോസസ്സ് തന്നെ ആയിട്ടാണ് എടുത്തത്. അതിങ്ങനെ അയ്യോ ഡിലേ ആവുന്നു അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു പ്രൊജക്റ്റിനും എടുക്കുന്ന ഒരു സമയം തന്നെയാണ് അത്. ഇപ്പം ഷൂട്ട് കഴിഞ്ഞിട്ടും ആക്ച്വലി ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം 2023 തുടക്കത്തിലാണ് ഷൂട്ട് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടും നമുക്കിപ്പം നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ചേഞ്ച് ആയി, ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സ് വന്നു പിക്ചറിലേക്ക്. അപ്പം അതിനുശേഷം നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാത്തിരുന്നുണ്ടോ. എനിക്ക് തോന്നുന്നു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫിലിം മേക്കിങ്ങിന്റെ പാർട്ട് ഓഫ് ദി പ്രോസസ് ആണെന്ന് തോന്നുന്നു. കോഴിക്കോട് കൊയിലാണ്ടി പശ്ചാത്തലമായിട്ടാണ് നാരായണീന്റെ 3 ആൺമക്കൾ വന്നിട്ടുണ്ടായിരുന്നത്. നാടും കൂടെയാണ്. അതുകൂടാതെ ഒരു സീനിൽ സുരാജ് വെഞ്ഞാറമൂട് റേഡിയോ ഓൺ ആക്കുന്നുണ്ട്, ആകാശവാണിയുടെ വയലും വീടും. അത് വലിയൊരു സന്തോഷമായിരുന്നു കാണുമ്പോൾ, പ്രത്യേകിച്ചും ആകാശവാണിയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ. എങ്ങനെയാ അതൊക്കെ ഉൾപ്പെടുത്തുന്നത്? അങ്ങനെ ഓർമ്മകളുണ്ടോ ആകാശവാണിയുമായൊക്കെ ബന്ധപ്പെട്ട്? എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് മെമ്മറീസ് ഉണ്ട്. വയലും വീട് മാത്രമല്ല, ഇപ്പം നമ്മളിരിക്കുന്ന യുവാണി ആണെങ്കിലും അതിൻ്റെയും ആ ഒരു തുടക്കത്തിലുള്ള മ്യൂസിക്കൊക്കെ ഞാൻ റേഡിയോയിൽ കേട്ടിട്ട് ചെറുപ്പം തൊട്ടേ. അപ്പം ഞാൻ കൊയിലാണ്ടിയിൽ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കോഴിക്കോട് സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു, ടൗണിലേക്ക്. പക്ഷെ എന്നാലും ഇപ്പം വെക്കേഷൻ ആകുമ്പോഴൊക്കെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ അവിടെ കൊയിലാണ്ടിയിലുള്ള തറവാട്ടിൽ പോകുമായിരുന്നു. അപ്പം അവിടെ മാത്രമല്ല, ഇപ്പോൾ കോഴിക്കോട് വരുമ്പോഴും വൈകിട്ടാകുമ്പം ഗ്രാൻഡ് പേരൻസ് അപ്പം അച്ഛനൊക്കെ അങ്ങനെ റേഡിയോയിൽ വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ടൊക്കെ ഇത് വെക്കും. അപ്പം ആ വയലും വീടിൻ്റെ സൗണ്ട് ഓക്കെ ഇതാണ് സമയമായി. അപ്പം ഡെയിലി കേൾക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ രാവിലെ ആണെങ്കിലും രാവിലെയും വെക്കും. AM തുടങ്ങുന്നത് തൊട്ടിട്ട് ഏർലി മോർണിംഗ് ഒക്കെ ചിലപ്പോൾ അതൊക്കെ കേട്ടിട്ടായിരിക്കും എണീക്കാറുള്ളത്. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഇപ്പം ഇതിന്റെ മ്യൂസിക് ആയാലും അതിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊരു പ്രത്യേക ഒരു ടോണൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം എനിക്ക് എന്താ പറയാ ഒരു നൊസ്റ്റാൾജിയ, എലമെന്റ് ഓഫ് നൊസ്റ്റാൾജിയ ഉണ്ട് അതിൽ.
മിഴികളാം നദി തൻ മടിയിൽ ഒരു കിനാവ് പോൽ ചുഴിയിൽ വീണുപോയി ഞാൻ. പ്രണയലോലമീ മിഴി തുറന്നിടും വരെ നീ അറിയാതൊരു മിഴികളാം നദി തൻ മടിയിൽ. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. വീടാണെങ്കിലും ചുറ്റുപാടും വളരെ കുറച്ച് സ്ഥലമേ സിനിമയിൽ കാണിക്കാനുള്ളൂ. അധികവും വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളുമാണ്. പക്ഷെ ആ കുളം, ആ നടന്നു പോകുന്ന വഴികളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആയിരുന്നു. എവിടെയാ അത് എക്സാക്ട്ലി? കുളം മുജുകുന്നാണ്. മുജുകുന്ന് കോട്ടയിൽ, കൊയിലാണ്ടി കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞ് കുറച്ച് അവിടെ അടുത്ത് തന്നെയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കൊയിലാണ്ടി തന്നെയാണ്. വീട് ഇച്ചിരി മാറി എലത്തൂർ അടുത്തായിരുന്നു നമുക്ക് നമ്മുടെ വീടിന്റെ ലൊക്കേഷൻ. കൊയിലാണ്ടിക്കാരുടെ, നാട്ടുകാരുടെ ഒക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നാട്ടിൽ നിന്ന് റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആയിരുന്നു. എസ്പെഷ്യലി കൊയിലാണ്ടിക്കാർ ഒരുപാട് വിളിക്കാറുണ്ട്. ഇപ്പം എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ, ഇപ്പം ഷൂട്ടിലൊക്കെ ഉള്ളവർ എന്തായാലും പോകും അതിൽ അഭിനയിച്ചിട്ടുള്ള. പക്ഷെ ആ കൊയിലാണ്ടിയിലുള്ള അവിടുത്തെ സാഹിത്യ മേഖലയിലും കലാ സാംസ്കാരിക വിഭാഗത്തിലൊക്കെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇതുവരെ അങ്ങനെ സിനിമ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടില്ല നാടിനെ. അപ്പോൾ അത് ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട് ഇനി അടുത്തതിലേക്കാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് എന്ന് പലരും പറയും. അങ്ങനെ തന്നെയാണ് ഒരുപാട് പേര് പറയാറുണ്ട്. സെക്കൻഡ് സിനിമയാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ അത് എക്സൈറ്റ്മെന്റ് ഉണ്ട് അടുത്തതിലേക്ക്, അടുത്തൊരു സ്റ്റെപ്പ് എടുക്കുന്നതിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓരോ പ്രൊജക്റ്റും ഡിഫറെന്റ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ നടക്കട്ടെ. റിലീസിന്റെ അന്ന് ഞാനൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു, SRFTയിലുള്ള. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഞാൻ ഒരുപാട് കഥകൾ ശരണ്ട വായിച്ചിട്ടുണ്ട്, അതിലെല്ലാം ഈ കുടുംബം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഫീൽ ഗുഡ് സിനിമകളാണ് പുള്ളിയുടെ ഒരു മെയിൻ എന്നാണ് പറഞ്ഞത്. കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പം പാതിരാസ്വപ്നം പോലെ ഷോർട്ട് ഫിലിമാണ്. അതിലൊരു അമ്മയുടെ കഥയാണ് സത്യം പറഞ്ഞാൽ. ഒരു സിംഗിൾ ക്യാരക്ടറിന്റെ ഒരു ജേണിയാണ് ആ സിനിമ. അരമണിക്കൂറുള്ള സിനിമയാണ്. അതിൽ ഓബ്വിയസ്ലി ഒരു മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു കഥയാണ്. അതങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇപ്പം നാരായണിയിലേക്ക് വരുമ്പോൾ അതും സത്യം പറഞ്ഞാൽ സംഭവിച്ചു പോയതാണ്. അങ്ങനെ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കുടുംബങ്ങളെ പറ്റി തന്നെ കഥ എഴുതണം എന്നൊന്നും. ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്പേസും. ആ സ്പേസിലേക്ക് ഒരുപാട് ക്യാരക്ടേഴ്സും കയറി വന്നിരുന്നു. പക്ഷെ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഐഡിയാസ് എപ്പോഴും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിനെ കുറിച്ചാണ്. അത് കുടുംബത്തിനകത്ത് തന്നെ ആയിരിക്കണം എന്നില്ല. നമ്മളൊരു ഡെയിലി ലൈഫിലുള്ള എങ്ങനത്തെ ഇന്ററാക്ഷൻസ് ആയാലും, ഇപ്പം അത് നമ്മുടെ കൊളീഗ്സ് ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സും ആയിട്ടാണെങ്കിലും, ഇപ്പം നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ്സിലെ ഒരു കോ ട്രാവലർ ആയിട്ടാണ്, അതിലെല്ലാം ഒരു എലമെന്റ് ഓഫ് ഡ്രാമ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും നമ്മൾ ബനാലാണ് അല്ലെങ്കിൽ ഒന്നുമില്ല പ്ലെയിൻ ആണെന്ന് വിചാരിക്കുന്ന സാധനങ്ങളുടെ അകത്തും ഒരു ടെൻഷനോ ഒരു ഡ്രാമയൊക്കെ കണ്ടെത്തുന്നതിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നാറുണ്ട്. അപ്പം അത് എനിക്കിഷ്ടമുള്ള ഒരു ഏരിയ ആണ്. ഒരു വീടിൻ്റെ അകത്ത് മാത്രം നടക്കുന്ന കഥ, അല്ലെങ്കിൽ ഭൂരിഭാഗവും സിനിമയും വീടിൻ്റെ അകത്ത് തന്നെയാവുന്നു, കഥാപാത്രങ്ങളുടെ എണ്ണം കുറവാകുന്നു. അങ്ങനെയുള്ള സിനിമകളിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ വേണ്ട രീതിയിൽ നമ്മളത് എഴുതേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ 2 മണിക്കൂർ ദൈർഘ്യത്തിലേക്ക് അതിനെ കൊണ്ടുവരേണ്ടതുണ്ടല്ലോ. എങ്ങനെയാണ് ആ ഡ്രാമേൻ്റെ എഴുത്തൊക്കെ? പക്ഷെ അങ്ങനെ എത്തിക്കാൻ ബുദ്ധിമുട്ടിട്ടൊന്നുമില്ല. അത് ആ കഥയിൽ എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് തന്നെ അതിനകത്തുള്ളൂ. ഇപ്പം ആ കഥ പറഞ്ഞു തീർന്നപ്പം സിനിമയും തീർന്നു. അതിനകത്ത് എക്സ്ട്രാ എഫേർട്ടൊന്നും ഇട്ടിട്ടില്ല, ഒന്നും കളയേണ്ടി വന്നിട്ടില്ല. കൃത്യമായിരുന്നു. അതായത് സ്ക്രിപ്റ്റ് എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പം സിനിമയായിട്ട് കാണുന്നത്. ഒന്നും കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. തിരുവനന്തപുരത്താണ് ബിടെക് കഴിഞ്ഞത്. അതിനുശേഷം സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു, സിനിമ പഠിക്കുന്നു. എപ്പോഴാണ്, കുട്ടിക്കാലത്താണോ അല്ലെങ്കിൽ ബിടെക് പഠിക്കുമ്പോഴാണോ ഒരു സിനിമാ മോഹം, സിനിമയാണ് എൻ്റെ വഴി എന്നൊക്കെ തോന്നുന്നതും അതുപോലെ തന്നെ സിനിമ പഠിക്കാൻ പോകുന്നതും ഒക്കെ? സിനിമാ മോഹം വന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒന്നുമില്ല. പക്ഷെ അത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കോഴിക്കോടാണ്. അതിനുശേഷം എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുമ്പം അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിലിം കൾച്ചറുണ്ട്. ഇപ്പം ഒരുപാട് ഫിലിം ക്ലബ്സ് ഉണ്ട്, ഇപ്പം IFFK പോലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട്. അപ്പം അവിടെ ചെന്നിട്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ സിനിമകൾ കാണുന്നൊരു ശീലം വന്നത്. ഇപ്പോൾ ഇവിടേക്ക് ആകുമ്പോൾ ഒക്കെ മേ ബി ഫാമിലി ആയിട്ടൊരു പ്രോബ്ലി കൊല്ലത്തിലൊരിക്കലൊക്കെ പോവായിരുന്നു സിനിമ കാണാൻ. അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സാധനം എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഭയങ്കര എപ്പോഴും കാത്തിരിക്കുകയായിരുന്നു അടുത്ത എപ്പോഴാണ് തിയേറ്ററിലേക്ക് പോകാന്നുള്ള. ഓരോ പ്രാവശ്യം തിയേറ്ററിൽ പോകുമ്പോഴും അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു മെമ്മറിയാണ്. ആ തിയേറ്ററിന്റെ പരിസരവും നമ്മൾ കഴിക്കുന്ന പോപ്കോണും ഐസ്ക്രീമും അല്ലെങ്കിൽ ഈവൻ ആ തിയേറ്ററിനകത്തുള്ള സ്മെല്ല് വരെ ഭയങ്കര ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഞാൻ ഓർക്കാറുണ്ട് എപ്പോഴും. പിന്നെ അതെ, ട്രിവാൻഡ്രത്ത് പോയപ്പം
ഒരുപാട് ചേഞ്ചസ് വന്നു. ഇങ്ങനത്തെയും സിനിമകളുണ്ട്, ഇങ്ങനെയും സിനിമകളുണ്ടെന്നൊക്കെ അവിടെ ചെന്നപ്പം മനസ്സിലാക്കി. ആ സമയത്ത് എപ്പോഴുമാണ് എന്തുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തുകൂടാന്ന് ഇങ്ങനെ ആലോചിച്ചു. ഒരുപാട് പേരെ പോലെ. അതെ അതെ അതെ, അതെനിക്കും തോന്നി. അങ്ങനെ ചെയ്തപ്പം അതിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, സിനിമയുടെ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ. അപ്പോൾ ആ ലാംഗ്വേജിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നു. പ്രോബബ്ലി ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനെക്കാട്ടും കൂടുതൽ എനിക്ക് ഇപ്പം ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ വെർബലി ഓക്കെ അതിനെക്കാട്ടും ഈസിയർ ആയിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുമ്പോഴോ എനിക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസിയർ ആയിട്ട് നടക്കാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഓക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വന്നത്. അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, SRFT എൻട്രൻസ് എഴുതി കയറി. SRFTയിലെ ഒരു സിനിമാ പഠനവും ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു ആ കോളേജ് കാലം? അടിപൊളിയായിരുന്നു. SRFT അഗെയിൻ എന്താ പറയുക, അവിടുത്തെ ഒരു 4 കൊല്ലമാണ് എന്നെ ഇപ്പോൾ ഉള്ള ഒരു ഇതിലേക്ക് ഡിഫൈൻ ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം സിനിമ മാത്രമല്ല ജീവിതത്തിലാണെങ്കിലും എൻ്റെ ഒരു വേൾഡ് വ്യൂവും പെർസ്പെക്റ്റീവും ഒക്കെ ഒരു നല്ല രീതിയിൽ മോൾഡ് ചെയ്യാൻ ആ സ്പേസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ കണ്ട സിനിമകളും വായിച്ച പുസ്തകങ്ങളും പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരും പഠിപ്പിച്ച ഫാക്കൽറ്റി എല്ലാവരും അതിന് ഒരു ഇമ്പോർട്ടൻ്റ് റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. രസമായിരുന്നു വെച്ചാൽ ഞാൻ എപ്പോഴും ആ സ്പേസ് ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എഴുതുമ്പോഴാണെങ്കിലും അവിടുത്തെ ഹോസ്റ്റൽ റൂമിലായിരുന്നു എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ഇപ്പം അതില്ല. പക്ഷെ എന്നാലും എപ്പോഴും തിരിച്ചു പോകാനൊക്കെ തോന്നാറുണ്ട്. അവിടെ നിന്ന് ക്യാമ്പസൊക്കെ കാണണം എന്നൊക്കെ എപ്പോഴും തോന്നാറുണ്ട്. ആ ഒരു പഠനകാലത്ത് ചെയ്യുന്ന ഷോർട്ട് ഫിലിം 2021 67ാമത് ദേശീയ അവാർഡ്സിൽ നോൺ ഫീച്ചർ വിഭാഗത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കുകയാണ്. അതും ഏറ്റവും നല്ല കുടുംബ മൂല്യങ്ങളുള്ള ചിത്രം എന്നുള്ളൊരു രീതിയിൽ തന്നെ. നദിയ മൊയ്തു ആയിരുന്നു അതിൽ ലീഡ് ചെയ്തിരുന്നത്. ആ ഒരു സിനിമയായിട്ടുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? ലൈക്ക് എ മിഡ്നൈറ്റ് ഡ്രീം ഒരു പാതിരാ സ്വപ്നം പോലെ അതെൻ്റെ ഡിപ്ലോമ ഫിലിം ആയിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫൈനൽ ഇയർ ഫിലിം ആയിരുന്നു. അപ്പം അത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല, നമുക്ക് പ്രൊജക്റ്റ് ആണല്ലോ. അങ്ങനെ ഒരുപാട് ഐഡിയാസ് ഇങ്ങനെ എഴുതി ഒന്നിലും ഞാൻ അത്ര കൺവിൻസ്ഡ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു തോട്ട്സ് ഒക്കെ വന്നിരുന്ന സമയത്താണ് ഞാനൊരു ചെറുകഥ വായിക്കുന്നത്. സുസ്മേഷ് ചന്ദ്രവത്തിൻ്റെ വൈഭവം എന്ന് പറഞ്ഞ ചെറുകഥയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഒരു അമ്മയുടെയും മകളുടെ ഒരു ചെറിയൊരു എപ്പിസോഡാണ്. ബേസിക്കലി ഒരു അമ്മയുടെ തോട്ട്സ് ആണ് ആ കഥ എന്ന് പറയുന്നത്. അപ്പം അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഇൻ ദ സെൻസ് തോട്ട്സ് എങ്ങനെ നമുക്ക് പലപ്പോഴും ചിന്തകൾ നമ്മൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് ഒരുപാട് ഡിവൈസസ് ഉണ്ട്, പക്ഷെ അത് ഒരു കറക്റ്റായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു എലമെന്റ് തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെയായിരുന്നു. ഞാൻ സുസ്മേഷ് എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു ഞാനിത് അഡാപ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അത് ഞാൻ സ്ക്രീനിലേക്ക് അഡാപ്റ്റ് ചെയ്യണം. അതിനുശേഷം ഈ കുടുംബമൂല്യം എന്നൊന്നും ഞാൻ എഴുതുന്ന സമയത്ത് ആലോചിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവാർഡ് കിട്ടിയപ്പോഴാണ് ഓക്കെ അങ്ങനെ ഒരു മൂല്യം അതിനകത്തുണ്ടെന്ന്. അങ്ങനെ ലൈക്ക് എ മിഡ്നൈറ്റ് ഡ്രീമിന് അവാർഡ് ഉണ്ട് എന്നറിഞ്ഞ ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? രസമായിരുന്നു. കാരണം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഇടയിലാണ് കോവിഡൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ 2019 ഈ സിനിമ ചെയ്ത് പിന്നെ ഒരു വലിയ ഗ്യാപ്പാണ്. അപ്പം നമുക്ക് ഈ സിനിമ എവിടെയും, കാരണം ആ സമയത്ത് ഫിലിം ഫെസ്റ്റിവൽസ് ഒന്നുമില്ല, ഒരു കൊല്ലത്തോളം എല്ലാം സ്റ്റോപ്ഡ് ആയിരുന്നു. അപ്പം നമുക്കിത് എവിടെ അയക്കാനും പറ്റുന്നില്ല, ആൾക്കാരെ കാണിക്കാനും പറ്റുന്നില്ല. അങ്ങനെ അവസാനമാണ് ഇഫി വന്നത്. ഇഫിയിൽ ഇന്ത്യൻ പനോരമയിൽ സെലക്ഷൻ കിട്ടി. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയായിരുന്നു നാഷണൽ അവാർഡ്സ് അനൗൺസ് ചെയ്തത്. പെട്ടെന്നൊരു ഓപ്പൺ അപ്പ് ആയതുപോലെ ആയിരുന്നു എല്ലാം. ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ എൻഡ് ചെയ്തതുപോലെ തന്നെയായിരുന്നു. ആ ഒരു ഫീൽ തന്നെയായിരുന്നു. പെട്ടെന്ന് പുറത്തേക്ക് ഒരു വിശാലമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ള. അവിടെ പോകുമ്പോഴും ഒരുപാട് പേരെ കാണാൻ പറ്റി. ഇപ്പം നമ്മളൊക്കെ അഡ്മയർ ചെയ്തിട്ടുള്ള അന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് രജനീകാന്തിനായിരുന്നു. അപ്പം പുള്ളിക്ക് അങ്ങനെ സ്റ്റേജിൽ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര വണ്ടറടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ രസമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അവാർഡ് വാങ്ങിക്കുമ്പോൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ നിന്നിട്ട് അവാർഡ് വാങ്ങിക്കാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നീട് സിനിമ ചെയ്യാൻ വരുമ്പോഴേ ആ ഒരു അവാർഡ് അല്ലെങ്കിൽ അതിന് കിട്ടിയ റെക്കഗ്നീഷൻ ഏതെങ്കിലും രീതിയിൽ ഭാരം ഉണ്ടായിരുന്നോ? നമ്മളെ പരിയുള്ള എക്സ്പെക്ടേഷൻ ഒരു സാധാരണ SRFT അലുമിനിയേക്കാൾ കൂടുതലാണ്, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ചോദിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ മാത്രമേ ഇത് വരാറുള്ളൂ. ഇല്ല, അങ്ങനത്തെ ഭാരങ്ങളൊന്നും ഇല്ല. ഞാൻ എസ്പെഷ്യലി ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഫ്രീ ആയിട്ട് തന്നെയായിരുന്നു. കാരണം അത് എഴുതുമ്പോഴും അതിന് മുമ്പേ എഴുതി തുടങ്ങിയൊരു പ്രൊജക്റ്റായിരുന്നു. അങ്ങനത്തെ അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രൊജക്റ്റിന് അങ്ങനെ ഭാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എഴുത്ത് എന്നുള്ളത് ഇപ്പൊ പറഞ്ഞല്ലോ, ആ ഒരു ഹോസ്റ്റൽ റൂമൊക്കെ എന്നും സുഖമുള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ എങ്ങനെയാ എഴുത്ത്? പലരും പല രീതിയിലാണ് എഴുതാറുന്നത്. എഴുത്തിന്റെ പ്രോസസ്സ് എനിക്കങ്ങനെ ഒരു ഡെഫിനറ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. കാരണം എനിക്ക് തോന്നുന്നു അത് ഓരോ പ്രൊജക്റ്റിലും ഓരോ മാതിരിയാണ്. ഇപ്പോൾ പറഞ്ഞ ഒരു പാതിര സ്വപ്നത്തിലാണെങ്കിൽ എനിക്കൊരു ബേസ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ. എപ്പോഴെങ്കിലും ഞാനൊരു ഒരുപാട് ബ്ലോക്ക് വന്ന ഒരു പ്രൊജക്റ്റായിരുന്നു എനിക്ക് എഴുതുന്ന സമയത്ത് തിരിച്ച് ഞാൻ വെറുതെ ആ ചെറുകഥ നിന്ന് വായിക്കാൻ നോക്കുമായിരുന്നു. അപ്പം
കഥയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടായിരുന്നു ഞാൻ സിനിമ ചെയ്തത്. പക്ഷെ എന്നാൽ കൂടെ ചിലപ്പം ആ കഥയിലുള്ള ഏതെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെന്റൻസ് ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ തന്നെ ഓക്കെ ഒരു ട്രാക്ക് മാറി ചിന്തിക്കാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പക്ഷെ നാരായണിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ലായിരുന്നു. ഫ്രഷ് ആയിട്ട് എവറിത്തിങ് ഫ്രം ദ സ്ക്രാച്ച് ആലോചിച്ചുണ്ടാക്കുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത് കുറച്ചുകൂടെ ഈസിലി വന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. കുറച്ചുകൂടെ ഓർഗാനിക് ആയിട്ട് ഒരു ഫ്ലോയിൽ വന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സിനിമ കാണുമ്പോൾ ചിലർ പറയും ഒരു ഫ്ലോയിൽ ഒഴുകുന്ന സിനിമ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എഴുതുമ്പോൾ എനിക്ക് ആ ഒരു ഫീലിംഗ് കിട്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ട് അങ്ങനെ സ്ട്രീം പോലെ എനിക്ക് എഴുതുമ്പോൾ അതേ ഒരു ഫീലിംഗ് ആയിരുന്നു ആ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എനിക്ക് തന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അടുത്തത് ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോഴും പക്ഷേ അതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു ഉള്ളത്. അപ്പം ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഒരു പ്രൊജക്റ്റിൽ നിന്ന് മറ്റൊരു പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ. കുളിർ കാറ്റ് പോലെ വരും സ്വരം തരും മോഹം നോവായി നേരായി നിറയും ഉയരായി കിനാവിൻ പിറാവായി വരൂ ചാരേ. സിനിമയൊക്കെ മാറ്റി വെച്ചാൽ നമ്മുടെ കോഴിക്കോടുള്ള ഒരു കുട്ടിക്കാലം, അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തുള്ള എഞ്ചിനീയറിംഗ് ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? കോഴിക്കോടുള്ള കുട്ടിക്കാലം സ്കൂളിൽ പഠിത്തം, യൂത്ത് ഫെസ്റ്റിവൽ, അങ്ങനെയുള്ള കുറേ ഓർമ്മകളാണ്. ആക്റ്റീവായിരുന്നു യൂത്ത് ഫെസ്റ്റിവലിൽ? ഉണ്ടായിരുന്നു, പ്രോഗ്രാംസിനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കീബോർഡ് വായിക്കുമായിരുന്നു, ഹാർമോണിയം വായിക്കുമായിരുന്നു. കഥാപ്രസംഗത്തിന് ഹാർമോണിയത്തിനൊക്കെ പോയിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലിൽ. അങ്ങനത്തെ ഇതുണ്ട്. കഥ ഇല്ല, എഴുത്തുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പറയാൻ മാത്രമുള്ള എഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല. എഴുതണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നിട്ടില്ല. എഴുത്തൊക്കെ എനിക്ക് തോന്നുന്നു പിന്നെയും എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് എത്തിയപ്പോഴായിരുന്നു. എനിക്ക് ലൈഫിലും ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന. അവിടുത്തെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് ട്രിവാൻഡ്രത്ത്. അപ്പം ഞാനും എപ്പോഴും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ അധികം വർക്ക് ചെയ്യുക ആക്ച്വലി ട്രിവാൻഡ്രത്താണ്. എഴുത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അധികം അവിടെ ഒരു സ്പേസ് ഉണ്ട് എനിക്ക്. അപ്പം അധികം ഞാൻ കോഴിക്കോടിനെക്കാട്ടും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. എഞ്ചിനീയറിംഗ് നല്ല രസമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ അതായത് 12ാം ക്ലാസ് വരെ പഠിത്തം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പം പഠിത്തമേ ഇല്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. മെക്കാനിക്കലായിരുന്നു. ഇപ്പോഴും പറയാറുണ്ട് ബിടെക്കുകാരന് ആ ഒരു കോളേജ് കാലം ഉണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യണമെന്ന്, വേറെ എന്ത് എഞ്ചിനീയർ അല്ലാതെ വേറെ എന്താവാമെന്ന് ആലോചിക്കും. അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? കൂട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു? ഈ സിനിമാ മോഹികളായിരുന്നു? കൂട്ടുകാർ സിനിമാ മോഹികളൊന്നും അല്ലായിരുന്നു, പക്ഷെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടും കൂടുതൽ എക്സൈറ്റ്മെന്റ് അവർക്കുണ്ടായിരുന്നു ഈ സിനിമ ഇറങ്ങുന്നു എന്നുള്ളത്. അവർ സിനിമ ആദ്യ ദിവസം പോയി കണ്ടിരുന്നു, പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് അങ്ങോട്ട് വരാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പ്രാവശ്യം കൂടെ പോയി സിനിമ കണ്ടു. അപ്പോൾ ആ സമയത്തെ രസമായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഞാൻ ആ സമയത്തൊക്കെ കോളേജ് കഴിഞ്ഞ സിനിമ ഒരുപാട് കാണുന്ന സമയമായിരുന്നു. അപ്പോൾ അധികം ലേറ്റ് നൈറ്റൊക്കെ ഇരുന്ന് ഉറക്കമില്ലാതെ 2-3 സിനിമയൊക്കെ രാത്രി കാണുന്ന, രാവിലെ ക്ലാസ്സിൽ വന്നിട്ട് ഉറങ്ങുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് പ്രൊഫസേഴ്സൊക്കെ ഇങ്ങനെ ആരാടെ കിടന്ന് ഉറങ്ങുന്നതൊക്കെ പുറത്താക്കുമ്പോൾ പറയും, സാർ അവൻ സ്ക്രിപ്റ്റ് എഴുതായിരുന്നു രാത്രി വന്നിട്ടുള്ള ആൾക്കാർ പറയും. അപ്പം അങ്ങനെ പിന്നെ കണ്ടിട്ടുണ്ടോ? എന്നെ വിളിച്ചിരുന്നു, ആക്ച്വലി സിനിമ കണ്ടിട്ട് വിളിച്ചിരുന്നു. സിനിമ റിലീസിന് ശേഷം കണ്ട് പലരും വിളിക്കുമല്ലോ, അതിൽ ഓർത്ത് വെക്കുന്നൊരു കോൾ ഏതായിരുന്നു? സ്പെഷ്യലായി തോന്നിയ കോൾ? സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് കോൾസ് ഉണ്ടായിരുന്നു. വരുന്ന എല്ലാ മെസ്സേജസും എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നാറുണ്ട്. പക്ഷെ എന്നാലും പണ്ട് എപ്പോഴോ നമ്മൾ മറന്നുപോയിട്ടുള്ള ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ഇപ്പം പറയില്ല രണ്ട് പാത്തെടുത്തു ജീവിതത്തിൽ എന്നൊക്കെ പറയില്ല, അപ്പം അങ്ങനെയുള്ള ആൾക്കാർ തിരിച്ചു വിളിക്കുമ്പം സന്തോഷം തോന്നുന്നു. സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത പടത്തിന്റെ തയ്യാറെടുപ്പിലാണെന്ന് പറഞ്ഞു. എങ്ങനെയുള്ള ഒരു സിനിമയാണോ? ഇതുപോലെ കുടുംബ പശ്ചാത്തലമൊക്കെയാണോ? ഇല്ല, കുടുംബമൂല്യമില്ല. അടുത്ത 1-2 പ്രോജക്ട്സ് ഉണ്ട്. ഞാൻ എഴുതുന്ന ഒരു കഥയുണ്ട്, കുറച്ചായിട്ട് ഞാൻ എഴുതുന്നതാണ്. അതിന് എനിക്ക് ഇനിയും സമയം വേണമെന്ന് തോന്നുന്ന ഒരു പ്രൊജക്റ്റാണ്. പക്ഷെ അത് കൂടാതെ എൻ്റെ വളരെ അടുത്ത 2 സുഹൃത്തുക്കൾ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അവർ എഴുതി കഴിഞ്ഞ ഒരു സ്ക്രിപ്റ്റാണ്. അതിപ്പം നമ്മൾ പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. അത് ഉടനെ തന്നെ ഒരു പ്രീ പ്രൊഡക്ഷനിലേക്ക് കിടക്കാൻ പറ്റുന്നതാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. നമുക്ക് അടുത്ത സിനിമ ചെയ്യുമ്പോൾ വീണ്ടും കോഴിക്കോട് വെച്ച് കണ്ടുമുട്ടാം.
സംവിധായകനായ ശരൺ വേണുഗോപാലാണ് ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അവതരണം ഹരിത. യുവവാണി സമാപിക്കുന്നു.